ജ്യോതിഷ പങ്ക്തിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് വിചിന്തനം ചെയ്യുന്നത് 2024 ജൂൺ മാസ ഫലമാണ്. 1-ാം തീയതി മുതൽ 30-ാം തീയതി വരെയുള്ള ഫലങ്ങൾ. ഇന്ന് കർക്കിടകം രാശിക്കാരായിരിക്കുന്ന പുണരത്തിന്റെ 4-ാം പാദവും പൂയവും ആയില്യവും അടങ്ങുന്ന നക്ഷത്രക്കാരുടെ ഫലമാണ് വിചിന്തനം ചെയ്യുന്നത്. പ്രധാനമായിട്ട് ചിന്തിക്കുമ്പോൾ ആരോഗ്യം പൊതുവെ തൃപ്തികരമായിരിക്കും. രാശ്യാധിപൻ കൂടിയായ ചന്ദ്രൻ ഇഷ്ടഭാവങ്ങളിലൂടെയൊക്കെ സഞ്ചരിക്കുകയും രാശിയിലേക്ക് മറ്റ് അധിക പാപത്വം ഇല്ലാത്ത ഒരു മാസവും കൂടിയാണ് ജൂൺ മാസം. കൂടാതെ ഭാഗ്യാധിപൻ, അത് രാജയോഗകാരകനാണല്ലോ ചൊവ്വ. കേന്ദ്ര ത്രികോണാധിപത്യ ഭാവ ആധിപത്യമുള്ള ചൊവ്വ തൻ്റെ സ്വന്തം ക്ഷേത്രത്തിൽ തൊഴിൽ സ്ഥാനത്ത് നിൽക്കുമ്പോൾ രക്തകാരകൻ കൂടി ആയ പ്രവർത്തികാരകനായ ചൊവ്വ പൂർണ്ണ ബലവാനായിട്ട് നിൽക്കുന്ന ഈ മാസം, ജൂൺ മാസം, കർക്കിടകൻ രാശിക്കാരായിരിക്കുന്ന നക്ഷത്രക്കാർക്ക് വലിയ വലിയ നേട്ടങ്ങൾ ഉണ്ടാകും. അതിന് സംശയിക്കേണ്ട. ചൊവ്വയുടെ സ്ഥിതി വെച്ചുകൊണ്ടും അതുപോലെ തന്നെ 9-ാം ഭാവാധിപനായ വ്യാഴം, സർവേശ്വരകാരകനായ വ്യാഴം 11-ാമിടത്ത് ഇഷ്ടഭാവത്തിൽ നിൽക്കുന്നതിനാലും ഈ രണ്ട് ഗ്രഹങ്ങൾക്കും അധിക പാപത്വം ഇല്ലാത്തതിനാലും ബലവാനായിരിക്കും. ആയതിനാൽ വിജയങ്ങൾ വന്നിച്ചേരും. അത് പ്രധാനമായിട്ട് ശ്രേയസ്സും യശസ്സും നൽകുന്ന ഒരു സമയമാണ്. അതായത് പദവികളും കീർത്തികളും നൽകും, സ്ഥാനമാനങ്ങൾ നൽകും. ഔദ്യോഗിക രംഗത്ത് വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞ് ജോലിക്കായിട്ട് ശ്രമിക്കുന്നവർക്ക് ഒരു ജോലി ലഭിക്കുന്നതിനുള്ള ഒരു സന്ദർഭം. വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും മറ്റുള്ളവരെ ആകർഷിക്കുവാനായിട്ട് സാധിക്കും. അതുവഴി വിജയങ്ങൾ വന്നിച്ച്. ദമ്പതികളായിട്ടുള്ളവർക്കും പൊതുവെ നല്ല ഒരു മാസമാണ്. ഉല്ലാസയാത്ര പോകുന്നതിനോ പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുന്നതിനോ അതുപോലെ തന്നെ വളരെ നേട്ടങ്ങൾ കുടുംബത്ത് വന്നു ചേരുന്നതിനും യോഗം. എന്നിരുന്നാലും സഹോദര സ്ഥാനീയർ മുഖാന്തരമോ സുഹൃത്തുക്കൾ മുഖാന്തരമോ അത് ശത്രുത വളരുക വഴി ചില മാനസിക സമ്മർദ്ദങ്ങളും സംഘർഷങ്ങളും ഉണ്ടാകുന്നതിനും സാമ്പത്തിക നഷ്ടങ്ങൾ ഉണ്ടാകുന്നതിനും സൂചനയുള്ളതിനാൽ പ്രവർത്തന രംഗത്തിലായാലും കുടുംബത്തായാലും സമൂഹത്തിലോ മറ്റ് യാത്രാവേളകളിലൊക്കെ അധിക സാഹസികത പാടില്ല. വാക്കുതർക്കമുണ്ടാകുക, തന്നേക്കാൾ താന്ന അല്ലെങ്കിൽ കൊള്ളുകരാത്ത ആൾക്കാരുമായിട്ട് വാക്കുതർക്കമുണ്ടാകാനൊന്നും പാടില്ല. അതൊക്കെ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. വാഹനത്തെ സൂചിപ്പിക്കുന്ന അല്ലെങ്കിൽ കുടുംബത്തെ സൂചിപ്പിക്കുന്ന, മാതാവിനെ സൂചിപ്പിക്കുന്ന ഭാവത്തിൻ്റെ അധിപൻ ബലവാനായിട്ട് വന്നിരിക്കുന്നു. അങ്ങോട്ടേക്ക് പൂർണ്ണ ബലമുള്ളതിനാൽ സ്വന്തം പേരിൽ ഭൂമി വന്നു ചേരുന്നതിന് അതിനായിട്ട് ആഗ്രഹിക്കുന്നവർക്ക് എല്ലാവർക്കും ലഭിക്കും എന്നല്ല. ദീർഘനാളുകളായിട്ടൊരു ഭൂമി സ്വന്തമാക്കണമെന്ന് ആഗ്രഹിക്കുന്ന, അതിനുവേണ്ടി പണം കയ്യിലുള്ളവർ, അതുപോലെ തന്നെ കുടുംബവുമായി ബന്ധപ്പെട്ട ഒരു ഭാഗോടമ്പടി ചെയ്ത് സ്വന്തം പേരിലേക്ക് ഒരു ഭൂമി വന്നു ചേരുന്നതിനുമൊക്കെ യോഗമുള്ള ഒരു സമയമാണ്. പ്രത്യേകിച്ച് സ്ത്രീകളായാലും പുരുഷന്മാരായാലും സന്താനങ്ങളെ കൊണ്ട് നല്ല ഉയർച്ച വന്നു ചേരേണ്ട ഒരു സന്ദർഭമാണ്. പ്രായമായ മാതാപിതാക്കൾക്ക് സന്താനങ്ങളെ കൊണ്ട് നല്ല ഒരു ഐശ്വര്യവും ഒന്നിച്ചു കൂടുന്നതിനും സന്തോഷകരമായ ദിനങ്ങൾ കടന്നു പോകുന്നതിനുമൊക്കെ യോഗമുണ്ട്. സന്താന ഭാവത്തിലേക്ക് അവിടെ സർവേശ്വരകാരകനും ഭാഗ്യാധിപനും കൂടിയായ വ്യാഴത്തിൻ്റെ ബന്ധം വരികയും സന്താന ഭാവാധിപൻ തൻ്റെ സ്വന്തം ക്ഷേത്രത്തിൽ ബലവാനായിട്ട് നിന്നുകൊണ്ട് സന്താന ഭാവത്തിലേക്ക് ദൃഷ്ടി ചെയ്യുന്നതിനാലും നല്ല സന്താന ഗുണമുള്ള ഒരു സമയമാണ്. അധിക കടങ്ങളൊന്നും സൂചകമല്ല. പുതിയ പുതിയ കടങ്ങൾ വരുത്താതെ നോക്കുക. നമുക്ക് ചില സന്ദർഭങ്ങളിൽ ചില കടങ്ങളൊക്കെ നമ്മുടെ വരുമാനത്തിനനുസരിച്ചും അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ വീട്ടാം എന്നുള്ള പ്ലാനിങ്ങോടുകൂടി ചെറിയ ചെറിയ കടങ്ങളൊക്കെ വരാം. എന്നിരുന്നാലും പല ആൾക്കാരും വിളിക്കാറുണ്ട്,
ഒരു വരുമാനവുമില്ല, അല്ലെങ്കിൽ ഭൂമി സ്വന്തമായിട്ട് പേരിലില്ല, വാടകയ്ക്കാണ് താമസിക്കുന്നത്, 50 ലക്ഷം കടം, 25 ലക്ഷം കടം എന്നൊക്കെ പറഞ്ഞ് സ്ത്രീകൾ പോലും വിളിക്കാറുണ്ട്. അങ്ങനെയുള്ള കൊള്ള മുതൽ കടം വീഴണം എന്ന് വിചാരിച്ചാൽ അത്ര പെട്ടെന്ന് സാധിക്കുകയില്ലെന്ന് നമുക്ക് എല്ലാവർക്കും തന്നെ അറിയാവുന്നതാണ്. അങ്ങനെയുള്ള കടം വരാതെ നമ്മൾ ശ്രദ്ധിക്കുക. ചെറിയ ചെറിയ കടങ്ങളായാൽ അത് വീടുന്നതിനും, നിയമപരമായ പ്രശ്നങ്ങൾ തൻ്റെ തന്നില്ലാത്ത കാരണങ്ങളാൽ ചില സന്ദർഭങ്ങളിൽ ചില കെണി വെച്ച് ചില ശത്രുക്കൾ ചില നിയമപരമായ പ്രശ്നങ്ങളിലൊക്കെ പെടുത്തിയിട്ടുണ്ടെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഈ മാസം ആ നിയമപരമായ പ്രശ്നങ്ങളിൽ നിന്നൊക്കെ മുക്തി നേടുന്നതിനും കടങ്ങൾ വീടുന്നതിനും സന്തോഷവും ഐശ്വര്യത്തോടു കൂടി കുടുംബജീവിതം നയിക്കുന്നതിനും ഒക്കെ യോഗമുണ്ട്. തൊഴിൽപരമായ നല്ല വിജയങ്ങൾ വന്നിച്ച് അത് ജലരാശി അധിപനായ രാജയോഗകാരകനായ ചൊവ്വ സ്വക്ഷേത്ര ബലവാനായിട്ട് ഈ രാശിക്കാരെ സംബന്ധിക്കുന്നവർ നിൽക്കുന്നതിനാൽ ആ ജലരാശിയിൽ മീനം രാശിയിൽ രാഹു സ്ഥിതി ചെയ്യുന്നതിനാലും മീനം രാശിയുടെ അധിപനായ വ്യാഴം പൂർണ്ണ ബലവാനായി 11-ാമിടത്ത് ഇടവം രാശിയിൽ സ്ഥിതി ചെയ്യുന്നതിനാലും അങ്ങനെ പല വിധത്തിൽ നോക്കുമ്പോൾ വിദേശവുമായി ബന്ധപ്പെട്ട്, അതായത് സ്വന്തം നാട് വിട്ട് 50 കിലോമീറ്റർ അപ്പുറയോട്ടൊക്കെ ജോലിക്കായിട്ട് ശ്രമിക്കുന്നവർ, അവർക്ക് നല്ല ഓഫറുകൾ വരികയും സാമ്പത്തിക മേന്മയോടുകൂടിയ ഒരു ജോലിക്ക് അപ്പോയിൻമെൻറ്റ് ലഭിക്കുന്നതിന് യോഗമുണ്ട്. അതായത് ഇപ്പോൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക്, ഒരു തൊഴിൽ മാറ്റത്തിനായിട്ട് ആഗ്രഹിക്കുന്നവർക്ക്, വിദ്യാഭ്യാസം കഴിഞ്ഞു നിൽക്കുന്നവർക്ക് ഒരു പുതിയ ജോലിയിൽ പ്രവേശിക്കുന്നതിന് ഒക്കെ അതിനുണ്ട് യോഗം. കാർഷിക രംഗത്തുള്ളവർക്കും വിജയപ്രദമാണ്. അതുപോലെ തന്നെ മറ്റ് IT മേഖലകളിൽ ജോലി ചെയ്യുന്നവർക്ക്, മെഡിക്കൽ രംഗത്ത് ജോലി ചെയ്യുന്നവർക്ക്, അങ്ങനെ നിരവധി ആയ തൊഴിലുകൾ ചെയ്യുന്നവർക്കും തൊഴിൽ രംഗത്ത് അഭിവൃദ്ധി ഉണ്ടാകുവാൻ പൂർണ്ണമായ ഉറപ്പായിട്ടും തൊഴിൽ വിജയങ്ങൾ വന്നു ചെയ്യും. അത് സ്വന്തമായിട്ട് തൊഴിൽ ചെയ്ത് പരാജയപ്പെട്ട് നിൽക്കുന്നവരായാൽ പോലും, അല്ലെങ്കിൽ പരാജയം കാരണം നിർത്തിയ ഒരു തൊഴിൽ റീഓപ്പൺ ചെയ്ത് പ്രവർത്തിച്ച് വിജയിക്കുക, പുതിയ ടെക്നോളജിയൊക്കെ ഉപയോഗിച്ച് അങ്ങനെയൊക്കെ വിജയിക്കുവാൻ യോഗമുണ്ട്. ഞാൻ ഹരികുമാർ, ദേവി ജ്യോതിഷാലയം, കാവുംപടി, മണർകാട്, കോട്ടയം. ഈ ചാനൽ പേരും നക്ഷത്രവും ചേർത്ത് കമൻറ്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്ന. ഞാൻ ഈ പറഞ്ഞത് ഗോചര ഫലങ്ങളാണ്. അത് പൂർണ്ണമായിട്ടും അനുഭവത്തിൽ വന്നു ചേരും. എന്നിരുന്നാലും അധിക കഷ്ടതകളും വലിയ കടങ്ങളും നഷ്ടങ്ങളിലും ഒക്കെ പെട്ടു നിൽക്കുന്നവർക്ക് അവരവരുടെ ഡേറ്റ് ഓഫ് ബർത്തിന് ടൈം വെച്ചുകൊണ്ട് ജാതകം തയ്യാർ ചെയ്ത് നോക്കാം. ഗ്രഹനില തയ്യാർ ചെയ്ത് നോക്കുന്നതിന് നേരിട്ട് വരികയോ ഫോൺ വിളിച്ച് ചോദിക്കുന്നതിനുമൊക്കെ അവസരമുണ്ടായിരിക്കുന്നതാണ്. നിങ്ങളുടെ കുട്ടികളുടെ വിദ്യാഭ്യാസ തടസ്സമായാലും, വിവാഹ തടസ്സമായാലും, അല്ലെങ്കിൽ ഒരു ഗൃഹ നിർമ്മാണത്തിൻ്റെ കാര്യത്തിലായാലും, സന്താന കാര്യത്തിലെ തടസ്സമായാലും, ഇതൊക്കെ ഒന്ന് ഗ്രഹനില നോക്കുന്നത് വളരെ നല്ലതാണ്. വെറുതെ ഇത് എന്നൊക്കെ പറഞ്ഞ് വഴിപാട് കഴിക്കേണ്ട കാര്യമില്ല. അങ്ങനെ കഴിക്കുന്നതിലേക്കായാലും കൂടുതൽ ഫലമാണ് ഈ ഗ്രഹനില നോക്കി, ജാതകം നോക്കി, ദശകാലം ഏതാണ്, അപഹാരകാലം ഏതാണ് എന്നൊക്കെ മനസ്സിലാക്കി അതിന് വേണ്ട പ്രാർത്ഥനകളോ അവരവരാ കഴിയാവുന്ന രീതിയിൽ വ്രതാനുഷ്ഠാനങ്ങളും ഒക്കെ എടുത്താൽ വിജയിക്കുവാനായിട്ട് സാധിക്കും.